നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ ഗ്രിറ്ററുകൾ വിന്യസിക്കും. ശക്തമായ മഞ്ഞുവീഴ്ചയുടെ പശ്ചാത്തലത്തിൽ റോഡുകളിൽ ഗ്രിറ്ററുകൾ വിന്യസിക്കാൻ ഡൊണഗൽ കൌണ്ടി കൌൺസിൽ. എക്സ് അക്കൌണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി പാട്രിക് ഒഡോണോവൻ ഗ്രോക്ക് ഉപയോഗിച്ച് നഗ്നചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണിത്. നിർദ്ദേശവുമായി ആയ NMO. ആശുപത്രികൾ ശേഷിയും ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവുമായി ഐറിഷ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഓർഗനൈസേഷൻ. അയർലൻഡിൽ സദ്ഗമയ സത്സംഗിന്റെ നേതൃത്വത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ മകരവിളക്ക് മഹോത്സവം ഞായറാഴ്ച. ഡബ്ലിനിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു. കൌണ്ടി ഡൌണിലെ ബംഗോറിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. ഗൊരത്തി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 7 കൌണ്ടികളിൽ മുന്നറിയിപ്പ്. അയർലൻഡിൽ ഒഴിവായത് വൻ ദുരന്തം. കൌണ്ടി ലൌത്തിലെ പെന്നിയുടെ ഷോറൂമിൽ തീപിടുത്തം. ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വീടില്ലാത്തവരായി മാറി. ബോംബ് ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച ഫിൻഗ്ലാസിൽ വീട് നഷ്ടമായ കുടുംബം. ഒറ്റ നിമിഷം കൊണ്ട് തങ്ങൾ വീടില്ലാത്തവരായി മാറിയെന്ന് കുടുംബാംഗം. പോസ്റ്റ്മോർട്ടം ചെയ്തു. വെസ്റ്റ് ഡബ്ലിനിൽ മരിച്ച പിതാവിന്റെയും മകന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. ആയുധ കരാറിന് പാകിസ്ഥാൻ. ആഭ്യന്തര കലഹം രൂക്ഷമായ സുഡാനിലേക്ക് ആയുധങ്ങളും വിമാനങ്ങളും നൽകുന്നതിനുള്ള കരാറുമായി പാകിസ്ഥാൻ. ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 മുതിർന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേലി പ്രതിരോധ സേന. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ പ്രതിരോധ മേഖല പുനഃക്രമീകരിക്കാൻ നിർബന്ധിതരാക്കിയെന്ന് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെതിരെ കർണാടക സർക്കാർ എതിർപ്പ് ശക്തമാക്കുന്നു. ബില്ലിന് അനുമതി നൽകുന്നത് തടയാൻ രാഷ്ട്രപതിയെ കാണും. മാറാട് കലാപത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായ സംഭവത്തിൽ മാപ്പ് പറയില്ലെന്ന് CPM നേതാവ് AK ബാലൻ. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അയർലൻഡിൽ വിവാദങ്ങളിൽ പ്രതികരിച്ച് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ. പുറത്തു നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ താരങ്ങളെ അലട്ടുന്നുണ്ടെന്നും എന്നാൽ ബാധിക്കാത്തതുപോലെ അഭിനയിക്കുകയാണെന്നും ബംഗ്ലാദേശ് ടെസ്റ്റ് ക്യാപ്റ്റൻ നജ്മുൾ ഹൊസൈൻ ഷാൻഡോ. മുംബൈയെ തകർത്ത് ബംഗളൂരു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ഞെട്ടിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് വിജയം. ഇന്നും അതിശൈത്യം. ഗൊരത്തി ചുഴലിക്കാറ്റെത്തിയതോടെ അയർലൻഡിൽ തണുപ്പും ശക്തമായി. ശൈത്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൌണ്ടികളിൽ മെറ്റേറാൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ തുടരും. സംസ്ഥാനത്ത് ഇടത്തരം നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരുന്ന ചൊവ്വാഴ്ച വരെ നേരിയ മഴ തുടരും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.